എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ വേണ്ടി പറയുമ്പോൾ ഉണ്ടാവേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇന്നത് അതിൻ്റെ ഒരു മെത്തേഡിൻ്റെ ഒരു വേറൊരു വഴിയാണ് നമ്മുടെ ടെസ്റ്റ് മണി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അനുഭവ സാക്ഷ്യാവതരണം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വളരെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള അനുഭവങ്ങൾ മറ്റൊരു വ്യക്തിയോട് പങ്കുവെക്കുമ്പോൾ അതിന് നമുക്കറിയാം മറ്റെന്തിനേക്കാൾ ഉറപ്പും മറ്റെന്തിനേക്കാൾ ആ വാക്കുകൾ ആ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ആഴത്തിൽ സ്പർശിക്കാനായിട്ട് സാധ്യമാകുന്നതാണ്. നമ്മളൊക്കെ ധ്യാനങ്ങൾ കൂടാനായിട്ട് പോകുമ്പോൾ കുറേ കൂടി ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന വേളയിൽ ധ്യാന സെൻ്ററുകളിലെ ധ്യാനത്തിന് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മളെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആ ക്ലാസ്സുകളേക്കാൾ ദൈവശാസ്ത്രപരമായ ഒരു വശത്തേക്കാൾ അപ്പുറം നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവത്തിൻ്റെ അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ ഒക്കെ വ്യത്യാസമാണ്. അപ്പം വളരെ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം ജീവിതത്തെ മുഴുവൻ മാറ്റുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ സമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റുന്ന ആ കിണറ്റിൻകരയിൽ വെച്ച് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടലിൻ്റെ അവളുടെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ അവളോട് സംസാരിക്കുന്ന അവളോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുകയും വ്യക്തിപരമായി ഇടപെടുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ അനുഭവം ആ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിയിട്ട് അവളെ വെള്ളം കോരാൻ വേണ്ടി വന്ന അവളുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവൾ മാറി ഗ്രാമങ്ങളിലെ എല്ലാ ഭവനങ്ങളിലും ചെന്ന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ സംസാരിച്ച ക്രിസ്തുവിനെക്കുറിച്ച് അവൾ വളരെ വ്യക്തിപരമായി ആ നാട്ടിലെ ഭവനങ്ങളിൽ ചെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് വരികയും ആ അനുഭവം അവരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റുകയും ചെയ്യുന്ന സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കടന്നു പോയിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു അനുഭവ സാക്ഷ്യം എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് പറയേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒന്ന് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോകുന്നത് പ്രകാരത്തിലാണ്. അതിലേക്ക് നമുക്ക് കടക്കുകയാണ്. അനുഭവ സാക്ഷ്യത്തിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്. ബിഫോർ ദ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം, അത് അടിസ്ഥാനപരമായ ഒരു അനുഭവത്തിൻ്റെ ജീവിതമുണ്ട്. ആ കണ്ടുമുട്ടലിന് മുൻപ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്, എൻ്റെ പേര് ഒന്ന് പരിചയപ്പെടുത്തി, ഞാൻ എവിടുന്നാണ്. നമുക്കറിയാം ടെസ്റ്റ് മണി കേട്ടപ്പോൾ അവരവരുടെ പേരും അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും അവരേത് നാട്ടിൽ നിന്ന് വന്നവരാണെന്നും എവിടെയാണ് ജീവിക്കുന്നതെന്നും ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ധ്യാനം കൂടുന്നതിന് മുൻപ് വ്യക്തിപരമായ ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ വഴിവിട്ട് നടന്നിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ മേഖലകൾ, അവർ ഒരുപക്ഷെ പല വിധത്തിലുള്ള തിന്മയുടെ ബലഹീനതയുടെ ജീവിതത്തിൻ്റെ മേഖല ആയിരുന്നു എന്നുള്ള ഒരു പങ്കുവെക്കൽ വളരെ കൃത്യമായി അവർ പങ്കുവെക്കാറുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, ബിഫോർ ദ ക്രൈസ്റ്റ് എങ്ങനെയായിരുന്നു. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതിന് മുമ്പ്. പക്ഷേ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ ധ്യാനത്തിൽ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ കൊലപാതകം ചെയ്ത വളരെ ക്രൂരമായി ജീവിതത്തിലൂടെ കടന്നുപോയ, വളരെ തെറ്റുകളുടെ അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഏറ്റവും തിന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവത്തെക്കുറിച്ചൊക്കെ പങ്കുവെച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിച്ച സമയങ്ങളാവാം, അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ, രോഗത്തിലൂടെ, മറ്റ് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള സമയമാവാം. ആ അനുഭവങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ബിഫോർ ദ ക്രൈസ്റ്റ് എന്നതിനെക്കുറിച്ച് നമ്മെ സൂചിപ്പിക്കുക. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം, ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ എപ്രകാരമാണ് കണ്ടുമുട്ടാനായിട്ട് ഇടവന്നത്. ഒരുപക്ഷെ വളരെ രോഗിയായിട്ട് കിടക്കുന്ന സമയങ്ങളിൽ ആരെങ്കിലും ധ്യാനത്തിന് പോകാൻ പറഞ്ഞതാവാം, അല്ലെങ്കിൽ ദൈവവചനം കേട്ടതാവാം, ബൈബിള് വായിച്ചതാവാം,
വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതാവാം. അങ്ങനത്തെ ഒരു അനുഭവം, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ അദ്ദേഹം വളരെ സമ്പന്നനായിരുന്ന അദ്ദേഹം തൻ്റെ സമ്പത്തിൽ കുറെ കൂടി സമ്പന്നരാകാനുള്ള ശ്രമവും ആ സമ്പത്തിൽ എല്ലാവിധ ജീവിതത്തിൻ്റെ എന്താ പറയുന്നത് മേഖലകളിലൂടെ കടന്നു പോകാനായിട്ട് വഴിവിട്ട ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ആ കുരിശിൽ നിന്ന് അവിടുന്ന് കേട്ട സ്വരവും അത് അവൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച സംഭവമാണ് ഫ്രാൻസിസ് അസിസിയെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് ഇടയാക്കിയ സംഭവം എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാകാം, അല്ലെങ്കിൽ ദൈവവചനം വായിച്ചപ്പോൾ ആ ദൈവവചനം നമ്മളെ സ്വാധീനിച്ചതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭക്തീയ ഗാനങ്ങൾ നമ്മൾ കേട്ടപ്പോൾ നമുക്കുണ്ടായ അനുഭവമാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ നമുക്കുണ്ടായ അനുഭവമാവാം, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിത അനുഭവം നമ്മോട് പങ്കുവച്ചപ്പോൾ ഉണ്ടായ അനുഭവമാവാം. അടിസ്ഥാനപരമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു അനുഭവം, തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന പരിവർത്തനം, കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള അനുഭവമാണ് രണ്ടാമത്തെ മേഖല. മൂന്നാമത്തത് ക്രിസ്തു അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്ന പരിവർത്തനം, വ്യതിയാനം എന്താണ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി അതുവഴി എൻ്റെ ജീവിതത്തിൽ വന്ന പരിവർത്തനം എന്താണ് അതാണ് കുറെ കൂടി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവൻ്റെ ജീവിതം മുഴുവൻ, അവൻ്റെ സമ്പന്നത മുഴുവൻ, തനിക്കുണ്ടായിരുന്ന ആ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിക്കുന്നതിന്, ക്രിസ്തുവിനെ പിതാവായി, ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്നതിന്, അതുവഴി തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിലെ സമ്പാദനമോ സൗഭാഗ്യങ്ങളോ സുഖങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല എന്നും മറിച്ച് ക്രിസ്തുവിലേക്കുള്ള ജീവിതമാണെന്നുള്ള ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൻ്റെ മേഖലകൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന പരിവർത്തനം, വ്യതിയാനം എന്താണ് എന്ന് കുറെ കൂടി വ്യക്തമായി ആഫ്റ്റർ എൻകൗണ്ടർ എന്നുള്ളത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. 3 തലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നിനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ജീവിതത്തിലുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. 2, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി അനുഭവം എങ്ങനെയാണ്, ആ കണ്ടുമുട്ടി എൻകൗണ്ടർ എങ്ങനെയാണ്. മൂന്നാമത്തത് അതിനുശേഷം ജീവിതത്തിൽ വന്ന പരിവർത്തനം, നമ്മുടെ ദേഷ്യത്തിൻ്റെ സ്വഭാവത്തിലാവാം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മേഖലകളിലാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളുടെ മേഖലകളിലാവാം, നമ്മുടെ പ്രവർത്തന ശൈലിയുടെയും ജീവിത മേഖലകളിലാവാം നമുക്കുണ്ടായിട്ടുള്ള വ്യതിയാനം എന്താണ് എന്നുള്ളത്. ഇതാണ് കേൾവിക്കാരന് വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പ്രേരണ നൽകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് ഇടയാക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ആ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതെന്നും ആ കണ്ടുമുട്ടിയ ജീവിതം എൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റി എന്നുള്ള ആ പങ്കുവെക്കൽ അവരെ വിശ്വാസത്തിലേക്കും ക്രിസ്തുവിൻ്റെ പക്കലേക്കും വരാനായിട്ട് മോട്ടിവേഷൻ നൽകുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത അനുഭവസാക്ഷി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യത്തെക്കുറിച്ചാണ്. അത് വളരെ സന്തോഷത്തോടെ വേണം നമ്മൾ നമ്മുടെ ടെസ്റ്റുമണി നമുക്ക് പറയാൻ. വളരെ ദുഃഖത്തോടെ, വളരെ പ്രയാസത്തോടെ, സങ്കടത്തോടെ അല്ല നമ്മൾ ഈ ടെസ്റ്റുമണി അവതരിപ്പിക്കേണ്ടത്, മറിച്ച് വളരെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും. ചിലപ്പോഴൊക്കെ ചില ടെസ്റ്റുമണി ഞാൻ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ, അവർ കരഞ്ഞ് നിലവിളിച്ച് ആകെ ദുഃഖിച്ചാണ് അവരുടെ ടെസ്റ്റുമണി പറയുന്നത്. ടെസ്റ്റുമണി എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവമാണ് പറയുന്നത്. ആ അനുഭവം വലിയ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തിയതിൻ്റെ ഉത്സാഹത്തോടെ വേണം നമ്മളത് പറയാൻ, സന്തോഷത്തോടെ. വളരെ ചുരുക്കമായിട്ട് വേണം പറയാൻ. 5 മിനിറ്റേ ഉള്ളെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മളത് പറയേണ്ടതുണ്ട്. അപ്പോൾ വളരെ ചുരുക്കത്തോടെ അത് പങ്കുവെച്ചില്ലെങ്കിൽ കേൾവിക്കാരൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അവൻ്റെ ശ്രദ്ധ മുഴുവൻ വേറെ വഴിക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ചുരുക്കത്തോടെ വേണം. അടുത്ത ക്രിസ്തു കേന്ദ്രീകൃതമാവണം. ടെസ്റ്റുമണിയുടെ എപ്പോഴും കേന്ദ്ര ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വ്യതിയാനം വരുത്തിയിട്ടുണ്ട്, വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കേണ്ട, അവിടെ പങ്കുവെക്കേണ്ട കാര്യം.
അപ്പോൾ അത് ക്രിസ്തു കേന്ദ്രീകൃതമാകണം. സന്തോഷത്തോടെ ക്രിസ്തു കേന്ദ്രീകൃതമാവണം എന്നുള്ളതാണ്. ഇന്നുള്ള വിശുദ്ധ ഗ്രന്ഥത്തില് പൗലോസ്ലിഹായുടെ ടെസ്റ്റ് പണി നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണ്, ഇത് ഉണ്ടോ എന്നുള്ളത്. ആരെങ്കിലും ഒന്ന് എടുക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 1 മുതൽ 29 വരെ ആരെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? അപ്പോസ്തല പ്രവർത്തനം 26, 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, കണ്ടുമുട്ടിയത്, അതിനുശേഷം ജീവിതത്തിൽ വന്ന പരിവർത്തനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടോ എന്നാണ് നമ്മളൊന്ന് നോക്കുന്നത്. വായിച്ചോളൂ ആരെങ്കിലും. ഒന്നോ? അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം 1 മുതൽ 29 വരെ. ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ അതൊന്ന് വായിച്ചു. അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, സ്വപക്ഷം വാദിക്കാൻ നിന്നെ അനുവദിക്കുന്നു. അപ്പോൾ പൗലോസ് കൈകൾ നീട്ടിക്കൊണ്ട് വാദിച്ചു തുടങ്ങി. അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന ആരോപണങ്ങൾക്കെതിരായി നിന്റെ മുമ്പിൽ ന്യായവാദം നടത്താൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. യഹൂദരുടെ ഇടയിലുള്ള ആചാരങ്ങളും വിവാദങ്ങളും നിനക്ക് സുപരിചിതമാണല്ലോ. അതിനാൽ എന്റെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജനത്തിനിടയിലും ജെറുസലേമിലും ചെറുപ്പം മുതൽ ഞാൻ ജീവിച്ചതെങ്ങനെയെന്ന് എല്ലാ യഹൂദർക്കും അറിയാം. ഞാൻ ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും കാർക്കശ വിഭാഗത്തിൽപ്പെട്ട ഫരിസയനായിട്ടാണ് വളർന്നതെന്നും വളരെ കാലമായി അവർക്ക് അറിവുള്ളതാണ്. മനസ്സുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താനും അവർക്ക് സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചതുകൊണ്ടാണ്. ഞങ്ങളുടെ 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീക്ഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രഖ്യാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അല്ലയോ രാജാവേ, അതേ പ്രത്യാശ തന്നെയാണ് എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് യഹൂദർക്ക് കാരണമായിരിക്കുന്നതും. മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട്? നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എല്ലാ സിനഗോഗുകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസ സത്യാഗത്തിന് നിർബന്ധിച്ചു. അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ മറ്റ് നഗരങ്ങളിൽ പോലും പോയി ഞാൻ അവരെ പീഡിപ്പിച്ചു. അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു. അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യേ ആകാശത്തു നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം എന്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലം പതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായതൊക്കെ സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അഗ്രിപ്പാ രാജാവേ, ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. ആദ്യം ദമാസ്കസിലുള്ളവരോടും പിന്നെ ജെറുസലേമിലും യൂദാ മുഴുവനിലുള്ളവരോടും വിജാതീയരോടും അവർ പശ്ചാത്താപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുക അത്രേ ചെയ്തത്. 29 വരെ ആയോ? 29 ഇക്കാരണത്താലാണ് യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടികൂടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇന്നുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും. ക്രിസ്തു പീഡനം സഹിക്കണമെന്നും
മരിച്ചവരിൽ നിന്നും ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും വിജാതീയരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നില്ല. അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ്, നിനക്ക് ഭ്രാന്താണ്. നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു. പൗലോസ് പറഞ്ഞു, അഭിവന്ദ്യനായ ഫെസ്തൂസ്, ഞാൻ ഭ്രാന്തനല്ല, സുബോധത്തോടെ സത്യം പറയുകയാണ്. രാജാവിന് ഇക്കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഞാൻ അവനോട് തുറന്നു പറയുകയാണ്, ഇവയിൽ ഒന്നുപോലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തെന്നാൽ ഇത് കഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ? എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല എന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ. ഇത് വായിച്ചു കേട്ട് കടന്നുപോയപ്പോൾ ഒന്നാമത്തെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടോ? ഉണ്ടല്ലോ. ഏതൊക്കെ വാക്യങ്ങളാണ്? ഞാൻ അവരെ പീഡിപ്പിക്കുക കർശനമായ 4, 5, 9, 11 വാക്യങ്ങൾ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെക്കുറിച്ച് 4, 5, 9, 11 വാക്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാം. ഞാൻ ജന്മനാല ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നതാണെന്നും ഞാൻ ഫരിസേയനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണത്. രണ്ടാമത്തത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അധികാരപത്രവുമായി ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ പെട്ടെന്ന് പ്രകാശം അടിച്ചുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം കുറച്ചും കൂടെ ദീർഘമായി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തെയും വ്യത്യാസത്തെയും കേൾവിക്കാരിലെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് 19 മുതൽ 29 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു.